നമസ്കാരം. ഏബിളിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 4 തരം കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിലൊന്നാമത്തെ കാര്യം, എല്ലാവരും ആഗ്രഹിച്ച പോലെ ഒരു ഇലക്ഷൻ നടന്നു. ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് എക്സ്പെക്റ്റേഷനുകൾ ഉണ്ടായിരുന്നു. എല്ലാവർക്കും എക്സ്പെക്റ്റേഷനായിരുന്നു. കഴിഞ്ഞ 2-3 മാസമായി വലിയ എക്സ്പെക്റ്റേഷനിലായിരുന്നു. പക്ഷേ ഇലക്ഷന് ശേഷം എല്ലാവരും സംതൃപ്തരാണ്. എന്ന് പറഞ്ഞാൽ NDA വിജയിച്ചു, എലക്റ്റഡായി, ദേ ആർ ഗോയിങ് ടു ഫോം ദ ഗവൺമെൻറ്. അപ്പോൾ അവർ സംതൃപ്തരാണ്. വിചാരിച്ചത്ര സീറ്റ് കിട്ടിയില്ലെങ്കിലും ദേ ആർ ഹാപ്പി. ഒരു 3rd ടേം ഭരണം കിട്ടിയിരിക്കുകയാണ്. ഇനി കോൺഗ്രസ് ലെഡ് ഇന്ത്യ ബ്ലോക്കിനെ സംബന്ധിച്ചിടത്തോളം അവർ വിചാരിച്ചതിനേക്കാൾ വലിയ വിജയമാണ് അവർക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ അവരുടെ ഫോട്ടോ ഒക്കെ കാണുകയാണെങ്കിൽ എല്ലാവരും ചിരിച്ചിട്ടാണ് ഇരിക്കുന്നത്. ആക്ച്വലി ഇന്ത്യ ബ്ലോക്ക് പരാജയപ്പെട്ടെങ്കിലും ശരിക്കും അവർ പരാജയപ്പെടുകയല്ല ചെയ്തത്, അവർ കൂടുതൽ ശക്തരാവുകയാണ് ചെയ്തത്. അപ്പോൾ NDA ആണെങ്കിലും ഇന്ത്യ ബ്ലോക്ക് ആണെങ്കിലും എല്ലാവരും സംതൃപ്തരാണ്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളും സംതൃപ്തരാണ്. എല്ലാവരും നല്ല ആക്റ്റീവാണ്. കാരണം ഇവിടെ പരാജയപ്പെട്ട ആരും കാണുന്നില്ല. ആരാണ് പരാജയപ്പെട്ടത്? എല്ലാവരും ജയിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി വരാൻ പോണ ഗവൺമെൻറ് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും വരുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാരണം ഇതുവരെ ഒരു ഏകാധിപത്യ രീതിയിൽ കാര്യങ്ങൾ നടക്കുമായിരുന്നു. പെട്ടെന്നാണ് ഒരു അനൗൺസ്മെൻറ്റ് വരുന്നത്. ഇപ്പോൾ ഡിമോണിറ്റൈസേഷൻ ആയാലും മറ്റ് വലിയ വലിയ മാറ്റങ്ങളായാലും പെട്ടെന്നൊരു ദിവസം അനൗൺസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇനി അങ്ങനെ നടക്കില്ല. ഒരു കൂട്ടുകക്ഷി ഭരണം വരുന്നതോടുകൂടെ കുറച്ചും കൂടി ഡിസ്കഷനും ഡിബേറ്റുകളൊക്കെ നടന്നിട്ടാണ് ഇനി ഏതൊരു കാര്യങ്ങളും നമുക്ക് നടപ്പിലാവുകയുള്ളൂ. അപ്പം അത് നമുക്ക് നല്ലതാണ്. ഏത് വലിയ മാറ്റങ്ങൾ വരുമ്പോഴും അതിനെപ്പറ്റി ഡിസ്കഷൻ നടക്കണം, ഡിബേറ്റ് നടക്കണം. അങ്ങനെ അത് നല്ല രീതിയിലുള്ള ഒരു തീരുമാനമായിട്ട് വരികയാണ് വേണ്ടത്. അല്ലാതെ പെട്ടെന്നൊരു ദിവസം പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കുന്നു, പിന്നീട് അത് പല പ്രശ്നങ്ങളിലേക്ക് പോകുന്നു. അത് വരാതിരിക്കാൻ വളരെ ക്രിയേറ്റീവായിട്ടുള്ള ഡിബേറ്റുകൾ നടന്ന് ഡിസിഷൻ എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗുണകരമാണ്. കാരണം ജനങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ആക്ഷനായിരിക്കും അടുത്ത 5 കൊല്ലം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇതുവരെ ഒരു ജനങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നതിന് പകരം മറ്റു പല കാര്യങ്ങളും അല്ലെങ്കിൽ ബിസിനസ്സുകാർക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഗവൺമെൻറ് കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത്. കാരണം ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കാര്യമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇനിയുള്ള അടുത്ത 5 കൊല്ലം തീർച്ചയായിട്ടും NDA ഗവൺമെൻറ് വളരെ ടാക്സ് പെയർ ആയാലും പൊതുജനങ്ങൾക്കും ഗുണകരമാവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇനി നമുക്ക് ഇലക്ഷനുമായി ബന്ധപ്പെട്ട യാതൊരു കാര്യങ്ങളും എനിക്ക് പ്രത്യേകിച്ച് ഇലക്ഷൻ രാഷ്ട്രീയമൊന്നുമില്ല. ഇലക്ഷൻ്റെ സമയമാകുമ്പോൾ നമ്മൾ വോട്ട് ചെയ്യും, നമ്മൾ നോക്കി നമുക്ക് യോജിച്ച രീതിയിലുള്ള ആശയങ്ങളോട് യോജിക്കുന്നവർക്ക് വോട്ട് ചെയ്യും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ഇലക്ഷനെ പറ്റി ചിന്തിച്ച് യാതൊരു സമയം കളയേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ എത്രയോ സമയം വേസ്റ്റ് ആക്കിയിരിക്കുന്നു. കാരണം എല്ലാവരും പ്രതീക്ഷിക്കുന്നതല്ല നടക്കുന്നത്. ഇപ്പം NDA വിചാരിച്ചതല്ല NDAക്ക് കിട്ടിയത്, ഇന്ത്യ ബ്ലോക്ക് വിചാരിച്ചതല്ല ഇന്ത്യ ബ്ലോക്കിന് കിട്ടിയത്. ഇനി അതുപോലെ തന്നെ എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്തൊക്കെയായിരുന്നു, പക്ഷേ എല്ലാം തെറ്റിപ്പോയി. സ്റ്റോക്ക് മാർക്കറ്റ് കണ്ടില്ലേ, എത്രയോ കയറി വലിയ ചാഞ്ചാട്ടമാണ് വരുന്നത്. പക്ഷേ ഇപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റ് വലിയ വീഴ്ച വന്നെങ്കിലും പിന്നീടും സ്റ്റോക്ക് മാർക്കറ്റ് കയറി വരികയാണ് ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് നടക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റ് ഫൈനാൻഷ്യൽ പാരാമീറ്റേഴ്സ് നോക്കുകയാണെങ്കിലും നമ്മുടെ GDP ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോ ചെയ്യുന്നത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയാണ്. ഹയസ്റ്റ് GDP ഗ്രോത്ത് റേറ്റാണ് നമുക്കുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ആയാലും സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പൊസിഷൻ ആയാലും അങ്ങനെ ഏത് പാരാമീറ്റേഴ്സ് വെച്ച് നോക്കുകയാണെങ്കിലും അതുപോലെ GST കളക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും വി ആർ ഓൺ എ പോസിറ്റീവ് നോട്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വളരെ ലിബറൽ ആയിട്ടുള്ളൊരു ഭരണവും ഉണ്ടാവുക എന്നാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും നല്ലൊരു കാലമാണ് ഇനി വരാനിരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ വ്യൂ. ഇതാണ് ഒന്നാമത്തെ കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് സമയം കളയേണ്ട ആവശ്യമില്ല. നമ്മുടെ ജോലി എന്താണോ അതിൽ മുഴുകുക. കുട്ടികളാണെങ്കിൽ പോയിരുന്ന് പഠിക്കുക, ജോലിക്കാരാണെങ്കിൽ അവനവൻ്റെ ജോലി പോയി ചെയ്യുക, അതാണ് ചെയ്യാനുള്ളത്. ബിസിനസ്സുകാരാണെങ്കിൽ അയാളുടെ ബിസിനസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇനി രാഷ്ട്രീയം പറഞ്ഞ് നടന്നിട്ട്
നമ്മൾ സമയം വേസ്റ്റ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. ചാനലുകൾ തുറന്നാൽ, TV ചാനലുകൾ തുറന്നാൽ ഇപ്പോഴും ഡിസ്കഷൻ ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് മനസ്സിലാവുന്നത് എന്തിനെ ഇരുന്ന് ഡിസ്കസ് ചെയ്യണമെന്ന്. കാരണം നമ്മുടെ ഡ്യൂട്ടി വോട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ വോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം ഇനി വരുന്നതൊക്കെ നമ്മളുമായിട്ട് യാതൊരു ബന്ധമില്ല. അത് ഗവൺമെൻറ് നോക്കിക്കോളും. നമ്മൾ നമ്മുടെ ഡ്യൂട്ടികൾ എന്താണോ, നമ്മുടെ ജോലി എന്താണോ അത് പോയി ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ വെറുതെ സമയം കളഞ്ഞ് TV ചാനലിന് മുന്നിലിരുന്ന് ചർച്ചകൾ കേട്ടിരുന്ന് സമയം കളയേണ്ട ആവശ്യമില്ല. അവരിപ്പോഴും ചർച്ചകൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് നമ്മൾ അവസാനിപ്പിച്ചു. ഇതാണ് നമ്മുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടൊരു കാര്യം. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഐ ആം വെരി ഹാപ്പി. വി ആർ കമ്മിങ് ടു എ ന്യൂ റിജീം. നമ്മൾ പുതിയ ഒരു സ്റ്റാർട്ടിങ്ങിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. വി ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, പല പുതിയ കാര്യങ്ങളിനി വരാനിരിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിനി ബജറ്റ് വരാനുണ്ട്, GST കൗൺസിൽ മീറ്റിങ്ങുകൾ വരാനുണ്ട്. അങ്ങനെ പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്റങ്ങൾ ഇനി വരാനിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇനിയും കാത്തിരിക്കാൻ, ഇനിയും നമുക്ക് പലതും മനസ്സിലാക്കാനും പഠിക്കാനും ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങണം എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. അടുത്ത കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം ഇതിപ്പോൾ ജൂൺ മാസമാണ്. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട സമയമാണ് 23-24. എല്ലാവരും അതിൻ്റെ തിരക്കിലാണ്. കാരണം TDS കയറി വരുന്നതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് മെയ് 31 അപ്പോൾ ഇപ്പോൾ നമുക്ക് വി ആർ ഫ്രീ. നമുക്ക് എല്ലാവർക്കും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട സമയമാണ്. ആരൊക്കെയാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ ബാധ്യതയുള്ളത് എന്ന് ഞാൻ ഒരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഫയൽ ചെയ്യാനുള്ളവരെല്ലാവരും ഇപ്പോൾ തന്നെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുക. ഒരു പ്രോവർബുണ്ട്, അതായത് പേ യുവർ ടാക്സസ് ആൻഡ് ഹോൾഡ് യുവർ ഹെഡ് ഹൈ. അതായത് നമുക്ക് ബാധ്യതയുള്ള നികുതി അടയ്ക്കുക, തല ഉയർത്തിപ്പിടിച്ച് നടക്കുക. പേ യുവർ ടാക്സസ് ആൻഡ് ഹോൾഡ് യുവർ ഹെഡ് ഹൈ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ആസ് എ റെസ്പോൺസിബിൾ സിറ്റിസൺ നമ്മുടെ ഡ്യൂട്ടി നമുക്ക് ചെയ്യണം. വി ഹാവ് ടു പേ ദ ടാക്സസ്. ആർക്കൊക്കെയാണ് ടാക്സ് ബാധ്യത ഉള്ളവർ അവർ പോയി അടയ്ക്കുക. അതുപോലെ റിട്ടേൺ ഫയൽ ചെയ്യുക. GSTയുമായി ബന്ധപ്പെട്ട് നമുക്ക് ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട സമയം ഉടനെ തുടങ്ങും. ടാക്സ് ഓഡിറ്റ് ചെയ്ത് തുടങ്ങേണ്ട സമയമായി. അങ്ങനെ എല്ലാ ഒരു തിരക്ക് പിടിച്ച ടാക്സ് പ്രൊഫഷണൽസിനെ സംബന്ധിച്ചുള്ള തിരക്ക് പിടിച്ചൊരു സമയമാണ് ഇനി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും അതിൻ്റെ പിന്നാലെയാണ്. അപ്പോൾ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. നന്നായി പഠിക്കുക, കാരണം മാറ്റങ്ങൾ ഇനിയും നമുക്ക് വരാനുണ്ട്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അതായത് മുന്നൊരു എപ്പിസോഡ് പറഞ്ഞിരുന്നു, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ 3 കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഒന്ന്, നമ്മുടെ ആരോഗ്യം. ആരോഗ്യമില്ലെങ്കിൽ എല്ലാം പോയി. അപ്പോൾ ആരോഗ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഹോസ്പിറ്റലൈസ്ഡ് ആയി കഴിഞ്ഞാൽ ഒരുപാട് പൈസയാണ് നമുക്ക് ചിലവ് ചെയ്യുന്നത്. നമ്മൾ പലപ്പോഴും ഗവൺമെൻറ് പറയും ഇൻഫ്ലേഷൻ 6%, 7% എന്ന് പറയും. പക്ഷേ ഹോസ്പിറ്റലിലെ ബില്ല് വരുന്നത് 10-15% വെച്ചിട്ടാണ് ഇയർ വൈസ് ഇൻഫ്ലേഷൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, ആരോഗ്യം നമ്മൾ ശ്രദ്ധിക്കുക. ആരോഗ്യ ഇൻഷുറൻസ് ഇല്ലാത്തവർ ഉടനെ തന്നെ ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുക. കാരണം നിങ്ങളുടെ ഹെൽത്ത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാത്തവർ, അല്ലെങ്കിൽ കുറവ് ഇൻഷുറൻസ് ഉള്ളവർ കൂട്ടിയെടുക്കുക, ഇല്ലാത്തവർ തുടങ്ങി വയ്ക്കുക. അപ്പോൾ അത് ഒന്ന്. അതുപോലെ തന്നെ ഒന്ന് വെൽത്താണ്. രണ്ടാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെൽത്ത്. കാരണം വെൽത്ത് ക്രിയേഷൻ നമ്മുടെ ഒരു ഡേ ടു ഡേ ആക്ടിവിറ്റിയുടെ ഭാഗമാവണം. ഇപ്പോൾ വെൽത്ത് എന്ന് പറയുമ്പോൾ പലരും ചിന്തിക്കും ഇത് പൈസ മാത്രമാണ്. ഒരിക്കലും അല്ല. കാരണം ഇപ്പോൾ കുട്ടികളാണെങ്കിൽ അവരെ സംബന്ധിച്ചുള്ള വെൽത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ വിദ്യാഭ്യാസമാണ്. അവർ പഠിക്കുക. കുട്ടികളെ സംബന്ധിച്ചോളം പഠിക്കലാണ് അവരുടെ വെൽത്ത്. അതേസമയം ജോലിക്ക് പോകുന്നവരും ബിസിനസ് ചെയ്യുന്നവരും മറ്റുള്ളവരുമാണെങ്കിൽ അവരുടെ വെൽത്ത് എന്ന് പറഞ്ഞാൽ അവർ ഏൺ ചെയ്യുക, അത് നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആരോഗ്യം നോക്കണം, അതുപോലെ തന്നെ വെൽത്ത് നോക്കണം, അതുപോലെ തന്നെ പീസ് ഓഫ് മൈൻഡ്. നമുക്കറിയാം മനസമാധാനമാണ് ഏറ്റവും പ്രധാനം. നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കണമെങ്കിൽ മനസമാധാനം ഉണ്ടായിരിക്കണം. അതിന് നമുക്ക് നല്ല ജീവിതത്തിലുള്ള നല്ല പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുക, ജീവിതത്തിൽ അധ്വാനിക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക. ഇതൊക്കെ നമുക്ക് നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇതൊക്കെ നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ നമ്മൾക്ക് ഉപകരിക്കും. അപ്പോൾ എന്തായാലും ഇതൊരു ജനറൽ എപ്പിസോഡാണ്, ഒരു GSTയുടെ മാത്രമായിട്ട് വന്നതല്ല. അപ്പോൾ എന്തായാലും 2 ദിവസമായിട്ട് ഞാൻ വീഡിയോ ചെയ്തിരുന്നില്ല. അപ്പോൾ ഇത് ഒരു തുടക്കമാവട്ടെ എന്നുള്ള രീതിയിലാണ് ഇത് ചെയ്തത്. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.